അരമുറി കൊപ്രയിൽ നിന്നും 2 മിനിറ്റിനുള്ളിൽ എങ്ങനെ വെളിച്ചെണ്ണ എടുക്കാം എന്നാണ് Onepeg.tvയുടെ ഈ വീഡിയോ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തുടർന്നും ഞങ്ങളുടെ മറ്റു വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഡ്രൈ ആയിട്ടുള്ള കൊപ്ര എടുക്കുക. അപ്പോൾ അത് നമ്മളൊരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുക. മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കട്ടിയായിട്ടുള്ള കൊപ്ര നമ്മൾ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ സംഗതിയാണ്. കൊപ്ര കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് നമ്മൾ അങ്ങനെ സ്ലൈസ് ചെയ്യുക. മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്നതിനേക്കാളും അനായാസം നമുക്ക് കൊപ്ര ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ചെറിയ പീസുകളായിട്ട്. നമ്മൾ 2 രീതിയിലുള്ള കൊപ്ര ഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്കൊരു മിക്സി ഉപയോഗിച്ച് ചെറു ജാറിൽ നമുക്കത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിസ് ചെയ്തെടുക്കാൻ കഴിയും. മിക്സിയുടെ ചെറു ജാറായിരിക്കണം. അത് നമ്മൾ ചെറു തരിയായിട്ട് മാറ്റി വേണം നമ്മളുടെ ഈ മെഷീനിൽ ഇടാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ചെറിയ എക്സ്പെല്ലറാണ്. ഇതാണ് അതിൻ്റെ എക്സ്പെല്ലർ. ഇത് നമ്മളൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് മെഷീനിൽ. അതിലേക്ക് നമ്മൾ ഘടിപ്പിക്കുകയാണ്. അത് നമ്മൾ സമാന്തരമായി ഇങ്ങനെ ഘടിപ്പിച്ചതിന് ശേഷം ആ ലോക്ക് ഇതുപോലെ ഇടുക. ലോക്ക് ഇട്ടതിന് ശേഷം ഉറപ്പാണെന്ന് ബലമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളൊരു കവർ ഉണ്ട് ഇതിന്. ഈ കവറിൽ ഇങ്ങനെ 2 ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ചേർന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കിയാൽ അത് ഇതുപോലെ ചേർന്നിരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് വളരെ എളുപ്പത്തിൽ നമുക്കത് ലോക്ക് ചെയ്യാൻ കഴിയും. അതിനുശേഷം ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. അത് നമ്മളിവിടെ ഇടുക. അതൊരു ലോക്കാണ്. ഇങ്ങനെയാണ് നമ്മുടെ മെഷീൻ അതിനു വേണ്ടി ഒരുക്കുന്നത്. ഇനി നമ്മൾ ഓയിൽ കളക്ട് ചെയ്യാനുള്ള ഇതുപോലുള്ള ജാറുണ്ട്. ഫിൽട്ടർ ചെയ്യാൻ ഓയിൽ നമുക്കറിയാം പിണ്ണാക്കും ഇതിൽ ഓയിലിലേക്ക് വന്ന് ചാടാം. അതുകൊണ്ട് ചാടാതിരിക്കാനായിട്ട് ഫിൽട്ടർ ചെയ്യാനായിട്ട് വയ്ക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കേക്ക് കളക്ട് ചെയ്യാനുള്ള ജാറുണ്ട്. അത് നമ്മൾ വയ്ക്കുക. കേക്ക് പുറത്തേക്ക് തെറിച്ച് പോകാതിരിക്കാൻ നമുക്കൊരു കവറുമുണ്ട്. അത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ മെഷീന് പവർ കൊടുക്കുക. പ്ലഗ് കണക്ട് ചെയ്യുക. ശേഷം നമുക്ക് സ്വിച്ചിട്ട് ഇനി ഈ മെഷീനിൽ തന്നെ ഒരു പവർ ബട്ടൺ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഇതുപോലെ ഓണായി വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ റേസ് ചെയ്ത് വരുന്നത് കാണാൻ കഴിയും. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ വരെ അതാവും. അതിനുശേഷം നമുക്ക് മെഷീൻ ഓൺ ചെയ്യാൻ കഴിയും. ഇവിടെ മെഷീൻ ഓൺ ചെയ്യുവാണെങ്കിൽ അതിൽ എക്സ്പെല്ലർ ഇതുപോലെ മൂവ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചേമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊപ്ര ഗ്രേറ്റ് ചെയ്ത കൊപ്ര നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ചെറു തരിയായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, എണ്ണ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പിണ്ണാക്ക് ചാടുന്നുണ്ട്. അതോടൊപ്പം ഓയിലും ചാടി തുടങ്ങി. തുള്ളിയായിട്ടാണ് ഇതിൽ ചാടുള്ളൂ. വലിയ എക്സ്പെല്ലർ പോലെ വളരെ ഫാസ്റ്റായിട്ടല്ല ഇത് നടക്കുന്നത്. നമുക്കറിയാം ഒരു ഹോം ഓയിൽ പ്രസ് മെഷീൻ ആയതുകൊണ്ട് സാവധാനത്തിൽ ഇത് വരും. എന്നാലും 1 മിനിറ്റിനുള്ളിൽ തന്നെ ഓയിൽ നമുക്ക് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മളൊരു അരമുറി താഴെ കൊപ്ര എടുത്തിട്ടാണ് അതിൽ നിന്ന് എണ്ണ എടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ കൊപ്ര ഇട്ടത് തീർന്നു. നമുക്ക് അതിനുള്ള പിണ്ണാക്കും അതിനുള്ള എണ്ണയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളത് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആ ഫിൽറ്ററിൽ ചാടിക്കിടക്കുന്നത് നമ്മൾ വീണ്ടും അരിച്ചെടുക്കുന്നു. അരിച്ചെടുത്ത എണ്ണ വിശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ നമുക്ക് ഒരു മായമില്ലാത്തതാണ്. നമ്മൾ നേരിട്ട് നമ്മുടെ കൈയാൽ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് നിർമ്മിച്ച വെളിച്ചെണ്ണ. ഇനി ഇത് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. ആട്ടിയെടുത്ത കൊപ്രയിൽ നിന്ന് കിട്ടിയ പിണ്ണാക്ക്, നമ്മൾ ആട്ടിയെടുത്ത പിണ്ണാക്കാണിത്. ഇനി നമുക്കിത് മെഷർ ചെയ്യണ്ടേ.
നമുക്ക് കിട്ടിയിരിക്കുന്ന ആ അരമുറി താഴെ ഉള്ള ശരിക്കും 1/3 വലിപ്പമുള്ളൊരു കൊപ്ര പീസിൽ നിന്ന് എടുത്ത എണ്ണ എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. അത് 30 ഇല്ല 25 ml ഉണ്ട്. 25 ml വെളിച്ചെണ്ണ നമുക്ക് ഒരു ചെറിയ കഷ്ണം കൊപ്രയിൽ നിന്ന് കിട്ടി. ഇതൊന്നും നമുക്ക് പുറത്ത് ഈ രീതിയിൽ ലഭിക്കില്ല. അപ്പോൾ ഈ മെഷീനിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും നമുക്ക് ഓയിൽ എടുക്കാൻ കഴിയും.